ഒരു നല്ല എസ്റ്റിമേറ്ററിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. അൺബയസ്നെസ് നോക്കി, കൺസിസ്റ്റൻസി നോക്കി, അടുത്ത് നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് എഫിഷ്യൻസി. അപ്പോൾ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് പോലെയല്ല, ഇതൊരു റിലേറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. രണ്ടുപേരെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആരാണ് മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ്റെ റാൻഡം വേരിയബിൾ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ PDF തന്നിരിക്കുന്നത് f(x) തീറ്റയാണ്. അപ്പം വി ഹാവ് ഗോട്ട് എ പോപ്പുലേഷൻ whose PDF is given by fx theta and theta എന്ന് പറയുന്ന പാരാമീറ്റർ എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും. തീറ്റ ഈസ് അൺനോൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ സമ്മിൽ മുഴുവൻ നമ്മൾ കാണാൻ പോകുന്ന പ്രശ്നം പോപ്പുലേഷൻ പാരാമീറ്റർ ഈസ് അൺനോൺ എന്നുള്ളതാണ്. ഈ പോപ്പുലേഷൻ പാരാമീറ്റർ അൺനോൺ ആകുമ്പോൾ പോപ്പുലേഷൻ്റെ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉടനെ ഒരു സാമ്പിൾ എടുക്കുന്നു. x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു സാമ്പിൾ എവിടെ നിന്ന് എടുക്കുന്നു? ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ റാൻഡം സാമ്പിളിലുള്ള ഓരോരുത്തരുടെയും ഡിസ്ട്രിബ്യൂഷൻ എന്ത് തന്നെയായിരിക്കും? f(x, θ) PDF വരുന്ന ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഈ റാൻഡം സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനത്തെ എസ്റ്റിമേറ്റേഴ്സ് നോക്കണം? രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഒന്നിനെ ഞാൻ T1 എന്നും മറ്റൊന്നിനെ ഞാൻ T2 എന്നും പറഞ്ഞ രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ ആരുടെ വേരിയൻസ് ആണോ ഏറ്റവും കുറവ് വരുന്നത്? അപ്പോൾ വേരിയൻസ് ഓഫ് T1 ആണ് ഇപ്പോൾ കുറവ് വിചാരിക്കുക, ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. അത് വേരിയേഷൻ കുറയുന്നതാണ് ഒരു നല്ല എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടി, നല്ലൊരു പ്രോപ്പർട്ടി അല്ലേ? അപ്പം ഇവിടെ വേരിയേഷൻ കുറഞ്ഞത് T1-നാണെങ്കിൽ നമുക്ക് പറയാം T1 ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ T2. T1 ഈസ് more efficient than T2 എന്ന് നമ്മൾ അപ്പോഴാണ് പറയുക. ആൻഡ് ഇതിൻ്റെ റിലേറ്റീവ് എഫിഷ്യൻസി, T1-ൻ്റെ റിലേറ്റീവ് എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ വേരിയൻസ് ഓഫ് T1 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2. അപ്പം T1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ്. It's a minimum variance unbiased estimator for theta when compared to T2. T2-നെ നോക്കുമ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും മിനിമം വേരിയൻസ് വരുന്ന അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ രണ്ടുപേരും അൺബയസ്ഡ് ആയിരിക്കണം. ആൻഡ് എഫിഷ്യൻ്റ് ആണെങ്കിൽ അയാളുടെ വേരിയൻസ് ആരുടേതാണോ കുറഞ്ഞു വരുന്നത്, ദാറ്റ് എസ്റ്റിമേറ്റർ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ദി അതർ വൺ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ V of relative efficiency is given by T1-ൻ്റെ റിലേറ്റീവ് എഫിഷ്യൻസിയാണ് V of T1 ഡിവൈഡ് ബൈ V of T2. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ജസ്റ്റ് ഇത് ഷോ ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം. അപ്പം ലെറ്റ് x1 x2 x3 ആർ three independent observations from a population with mean mu and variance sigma square. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ എടുത്തിരിക്കുന്ന പോപ്പുലേഷൻ്റെ മീനും വേരിയൻസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് T1 is equal to x1 plus x2 minus x3 and T2 is equal to 2x1 plus 3x2 minus 4x3 are two estimators of mu, compare their efficiencies. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മൂന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആ പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ആണ്, പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും ആ പാരൻറ്റ് പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുന്ന സാമ്പിളിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവുക. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ആണ് പറഞ്ഞാൽ അതിൽ നിന്ന് വന്ന ഫസ്റ്റ് സാമ്പിൾ ഒബ്സർവേഷൻ x1-ൻ്റെ മ്യൂ എന്തായിരിക്കും? മീൻ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി മ്യൂ. അതിൻ്റെ വേരിയൻസ് എന്തായിരിക്കും? that will be sigma square. പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും സാമ്പിളിനും ഉണ്ടാവുക. അങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x2 വിൽ ബി മ്യൂ, വേരിയൻസ് ഓഫ് x2 വിൽ ബി സിഗ്മ സ്ക്വയർ. ഇതാണ് പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞാലുള്ള ഗുണം. സാമ്പിളിലുള്ള ഓരോ ആളുകളുടെയും മീനും വേരിയൻസും ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ പോപ്പുലേഷൻ്റേതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവരുടെ എക്സ്പെക്റ്റേഷനും വേരിയൻസും ഒക്കെ എഴുതി. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന രണ്ട് എസ്റ്റിമേറ്റേഴ്സാണ് T1-ഉം T2-ഉം. T1 എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? ഇറ്റ്സ് x1 പ്ലസ് x2 മൈനസ് x3 ആണ്. ആൻഡ് T2 ഈസ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഈ T1 ഈസ് അൺബയസ്ഡ് ഫോർ മ്യൂ ആണോ എന്ന് നോക്കാം. അതുമാതിരി T2 ഈസ് അൺബയസ്ഡ് ഫോർ മ്യൂ ആണോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അവരുടെ വേരിയൻസുകൾ കമ്പയർ ചെയ്ത് നോക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ ഇയാളുടെ എക്സ്പെക്റ്റേഷൻ കാണുകയാണ്. ഇത് അൺബയസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് T1? Expectation of T1 is expectation of x1 plus x2 minus x3. This is expectation of T1. അല്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രത്യേകത എന്താണ്? ബ്രാക്കറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x3. ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ. അപ്പം 2 μ മൈനസ് മ്യൂ വരുമ്പോൾ ആൻസർ ഇസ് മ്യൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ത് നമുക്ക് കിട്ടി? മ്യൂ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം T1 ഇസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. അപ്പം അത് ശരി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് T2 ആണ് അല്ലേ? അപ്പോൾ T2 എന്തായിരുന്നു? T2 ഈസ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3. അപ്പം വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് T2? എക്സ്പെക്റ്റേഷൻ ഓഫ് T2 ഈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റൻറ്റുകൾ അതേപോലെ പുറത്തേക്ക് എടുക്കാൻ നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x3. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റാം അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 മ്യൂ ആണെന്ന് അറിയാലോ, പ്ലസ് 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x2 ഈസ് മ്യൂ മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x3 വിച്ച് ഇസ് അഗെയിൻ മ്യൂ. അപ്പോൾ ഇവിടെ എത്ര വരും? 5 മ്യൂ മൈനസ് 4 മ്യൂ വിച്ച് ഇസ് മ്യൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ത് കിട്ടിയിട്ടുണ്ട്? മ്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ T2 ഈസ് ഓൾസോ ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. അപ്പോൾ രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ വേരിയൻസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ വേരിയൻസ് നോക്കാം. അപ്പോൾ നമ്മൾ അറിയുന്നു T1 ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് x3 അല്ലേ? അപ്പോൾ എന്താണ് വേരിയൻസ് ഓഫ് T1? വേരിയൻസ് ഓഫ് T1 ഇസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 മൈനസ് x3 അല്ലേ? വേരിയൻസിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ നമുക്ക് അയാൾ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ എഴുതാം, പ്രൊവൈഡഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ എക്സും x1 x2 x3 എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. എന്നാൽ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. കാരണം ഇതൊക്കെ സ്ക്വയറുകളാണ് വരുന്നത്. ദിസ് ഈസ് ആക്ച്വലി വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് മൈനസ് 1 ഇൻറ്റു വൈ ആണ്. അതുകൊണ്ട് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ വന്നാലും എപ്പോഴും അതെന്തായിരിക്കും? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർമ്മിക്കണം. അപ്പോൾ അതുപോലെ അപ്പോൾ ഇവിടെ എല്ലാവർക്കും വേരിയൻസും നമ്മൾ ബ്രാക്കറ്റ് മാറ്റുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ്, അത് തെറ്റിയതല്ല, ഇങ്ങനെയാണ് എഴുതേണ്ടത്, വേരിയൻസ് ഓഫ് x3. അപ്പോൾ ഓരോരുത്തരുടെ വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ദിസ് ഇസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. ദ ആൻസർ ഇസ് 3 സിഗ്മ സ്ക്വയർ. അപ്പോൾ വേരിയൻസ് ഓഫ് T1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് T2ൻ്റെ വേരിയൻസ് ആണ്. അപ്പോൾ T2 എന്തായിരുന്നു? T2 ഇസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 മൈനസ് 4x3. അപ്പം വേരിയൻസ് ഓഫ് T2 ആണ് നോക്കുന്നത്. ദറ്റ് ഈസ് വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 അല്ലേ? അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കുമ്പോൾ നമുക്കറിയാം മൈനസ് വന്നാലും ഇവിടെ പ്ലസ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് 2x1 പ്ലസ് വേരിയൻസ് ഓഫ് 3x2 പ്ലസ് വേരിയൻസ് ഓഫ് 4x3 ഇങ്ങനെ വന്നു. ഇനി നമ്മൾ അടുത്ത പ്രശ്നം ഈ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുന്നതാണ്. വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്നൊരു കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? വേരിയൻസ് ഓഫ് CX എന്ന് പറയുന്നത് C² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആയിരുന്നു. കോൺസ്റ്റൻറ്റ് സ്ക്വയർ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നു? 4 ഇൻറ്റു 2² ഇൻറ്റു വേരിയൻസ് ഓഫ് x1 പ്ലസ് ഇവിടെ 3 പുറത്തേക്ക് വരുന്നത് 3² ആയിട്ടാണ്. അപ്പോൾ 9 ഇൻറ്റു വേരിയൻസ് ഓഫ് x2 പ്ലസ് ഇവിടെ 4 പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? 4² ആയിട്ട് 16 ഇൻറ്റു വേരിയൻസ് ഓഫ് x3 വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു സിഗ്മ സ്ക്വയർ. കാരണം എല്ലാവരുടെയും വേരിയൻസ് എന്തായിരുന്നു? സിഗ്മ സ്ക്വയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 29 സിഗ്മ സ്ക്വയർ. അപ്പോൾ വേരിയൻസ് ഓഫ് T1 എത്രയാണ്? 3 സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് T2 എത്രയാണ്?
29 sigma square. അപ്പോൾ നമുക്കറിയാം വേരിയൻസ് ഓഫ് T1 is clearly less than variance of T2, which means T1 is more efficient than T2. More efficient than T2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി നോക്കുന്നത്. ജസ്റ്റ് കമ്പയർ ചെയ്യണം, രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്യുന്നു, ആരുടെ വേരിയൻസ് ആണ് കുറവ് ആ എസ്റ്റിമേറ്റർ ആയിരിക്കും മോർ എഫിഷ്യൻറ്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് സഫിഷ്യൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് സഫിഷ്യൻസി എന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പ്രശ്നം സെയിം തന്നെയാണ്. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, ഹാവിങ് ദ PDF fx തീറ്റ, തീറ്റ ഈസ് അൺനോൺ. ഇതുതന്നെയാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ ടേക്ക് എ റാൻഡം സാമ്പിൾ ഫ്രം ദി പോപ്പുലേഷൻ. അപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിൾ നമ്മൾ എടുത്തു. ആ റാൻഡം സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റർ T എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റർ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ എസ്റ്റിമേറ്റർ T ഈസ് സെറ്റ് ടു ബി സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. T ഈസ് സഫിഷ്യൻറ്റ് ഫോർ തീറ്റ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുകയെന്ന് വെച്ചാൽ, ഈ നമ്മളെടുത്തൊരു സാമ്പിൾ ഉണ്ടല്ലോ, ഈ സാമ്പിളിൽ തീറ്റയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ടോ അത് മുഴുവൻ T എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിന് തരാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും T ഈസ് സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. അതായത് T കണ്ടെയ്ൻസ് ഓൾ ഇൻഫോർമേഷൻ അബൌട്ട് തീറ്റ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സാമ്പിൾ. അങ്ങനെയാണെങ്കിലാണ് ടീനെ സഫിഷ്യൻറ്റ് ഫോർ തീറ്റ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒരാൾ സഫിഷ്യൻ്റ് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, ഇറ്റ്സ് എ ക്രൈറ്റീരിയ ഫോർ സഫിഷ്യൻസി. അപ്പോൾ ക്രൈറ്റീരിയ ഫോർ സഫിഷ്യൻസി പറയണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയൊരു ടേമിനെ പഠിക്കണം. ഇറ്റ് ഈസ് കോൾഡ് ലൈക്ലിഹുഡ് ഫങ്ഷൻ. എന്താണ് ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കണം. അപ്പോൾ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ട് വിചാരിക്കുക, x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ട് കുറച്ച് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അപ്പം ഈ റാൻഡം വേരിയബിൾസിൻ്റെ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതും, L ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ ഈ റാൻഡം വേരിയബിളുകളുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ്. ജോയിൻറ്റ് PMFO PDF-നെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അയാളുടെ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് വെച്ചാൽ അവരുടെ ജോയിൻറ്റ് PDF എന്ന് പറയാം. x1 x2 എക്സെട്ര xn ജോയിൻറ്റ് PDF നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ. അപ്പോൾ എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ അവരുടെ ജോയിൻറ്റ് PDF-നെ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, f ഓഫ് x, y എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ n റാൻഡം വേരിയബിൾസ് ആണ് ഉള്ളതെങ്കിൽ അവരുടെ ജോയിൻറ്റ് PDF-നെ നമ്മൾ എങ്ങനെ എഴുതും, f ഓഫ് x1 x2 എക്സെട്ര xn. അതിനെ പറയുന്ന പേരാണ് എന്ത്, ഈ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ ലൈക്ലിഹുഡ് ഫങ്ഷൻ മീൻസ് ദ ജോയിൻറ്റ് PDF അല്ലെങ്കിൽ PMF ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം നമ്മളിവിടെ സാമ്പിളുകളെ വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് അല്ലേ. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്, സാമ്പിളുകളാണ്. സാമ്പിളുകളുടെ പ്രത്യേകത എന്താണ്, റാൻഡം സാമ്പിൾ ആണെങ്കിൽ ഇവരെല്ലാവരും തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ജോയിൻ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും മാർജിനലിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. ഇപ്പോൾ f ഓഫ് x1 ഇൻറ്റു f ഓഫ് x2 എക്സെട്ര f ഓഫ് xn എന്ന് എഴുതാം. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് x ആൻഡ് y ആർ ഇൻഡിപെൻഡൻറ്റ് നമ്മളിത് f ഓഫ് x ഇൻറ്റു f ഓഫ് y എന്നുള്ള രീതിയിൽ f1 ഓഫ് x f2 ഓഫ് y എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേമാതിരി ഇവിടെ n റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവരെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് ഓഫ് ദെയർ PMFs അല്ലെങ്കിൽ PDFs ആയിട്ട് എഴുതും. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ വെറും PDF-ഓ അല്ലെങ്കിൽ PMF-ഓ പറയുന്നതിന് പകരം നമ്മൾ എഴുതുന്ന രീതിയിൽ നമ്മൾ അയാളുടെ പാരാമീറ്ററിനെയും കൂടി ഉൾപ്പെട്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ലൈക്ലിഹുഡ് ഫങ്ഷൻ ഓഫ് എ സാമ്പിൾ, ഇപ്പോൾ L ഓഫ് x1 x2 എക്സെട്ര xn കോമ തീറ്റ, അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ടല്ലോ അതിനെയും കൂടി നമ്മളിവിടെ എഴുതും. ദറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് f ഓഫ് x1 തീറ്റ ഇൻറ്റു f ഓഫ് x2 തീറ്റ എക്സെട്ര f ഓഫ് xn തീറ്റ. ഇതാണ് ഒരു സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈക്ലിഹുഡ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പുതിയ ടേമാണ് ലൈക്ലിഹുഡ് ഫങ്ഷൻ. ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വീണ്ടും ലൈക്ലിഹുഡ് ഫങ്ഷനെ കാണുന്നതാണ്.